നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ആളുകൾ ടെൻഷനും സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ അനുഭവിച്ചുകൊണ്ട് മാനസികമായ അനാരോഗ്യത്തിൽ കഴിയുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ വർക്കിംഗ് മോഡ് ഇപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന മോഡിൽ നിന്ന് മാറിയിട്ട് കൂടുതൽ ആളുകളും ഇപ്പോൾ സ്മാർട്ട് വർക്ക് ചെയ്യുന്ന മോഡിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അധ്വാനമോ അല്ലെങ്കിൽ വ്യായാമമോ കിട്ടാതെ ശാരീരികമായിട്ടുള്ള ഊർജ്ജമില്ലായ്മ അനുഭവിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ശരിയായ ആരോഗ്യമുള്ള ജീവിതം നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെ ശരിയായ രീതിയിൽ നിലനിർത്താനായിട്ട് യോഗയിൽ വളരെ പ്രധാനപ്പെട്ട ചില മാർഗ്ഗങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നാണ് പ്രാണായാമങ്ങൾ എന്ന് പറയുന്നത്. പ്രാണായാമങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വാസത്തെ കൺട്രോൾ ചെയ്തുകൊണ്ട്, ശരിക്കും പ്രാണായാമങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ശ്വാസത്തിൻ്റെ മേളിൽ ഒരു കൺട്രോൾ ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെ പ്രാണനെ നമ്മുടെ ശരീരത്തിൽ ആവശ്യാനുസരണം വിന്യസിക്കുക എന്നുള്ളതാണ് പ്രാണായാമങ്ങളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. എന്നാൽ ശരീരത്തെ ക്ലെൻസ് ചെയ്യാനായിട്ടും അതുപോലെ മനസ്സിനെ ക്ലെൻസ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തെ നേടിയെടുക്കാനായിട്ടും അതുപോലെ ശരീരത്തെയും മനസ്സിനെയും ഒരു കൃത്യമായ അളവിൽ സംയോജിപ്പിച്ചുകൊണ്ട് ശാരീരിക മാനസിക സന്തുലിതാവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ടുമൊക്കെ നമുക്ക് ശ്വാസത്തിൻ്റെ മേളിൽ കൺട്രോൾ നേടിക്കൊണ്ട് പ്രാണനെ ശരിയായ രീതിയിൽ വിനിയോഗിച്ചു കഴിഞ്ഞാൽ സാധിക്കുന്നതാണ്.